ഹലോ. ഇപ്പം ഇന്ന് പുറത്താണല്ലേ? ഇപ്പം ഇങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ടും അല്ല കേട്ടോ, മഹാകുംഭമേള കാണാൻ പോവുകയാണേ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണത്. വന്നിട്ട് എന്താ പറയുക, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. തവനൂർ ഭാഗത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇത് തവനൂർ കടവാണ് കേട്ടോ. ഈ കടവിലൂടെയാണ് ഞങ്ങൾ കുംഭമേള കാണാൻ പോയത്. ആക്ച്വലി ഈ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ ഈ കുംഭമേള നടക്കുന്നത്. അതിൻ്റെ അക്കരെ ഭാഗമാണ് ഈ തവനൂർ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും ചെറിയ കുംഭമേള നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പൂജാക്രിയകളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ നടക്കുന്ന ആരതിയാണ് കേട്ടോ. ആരതി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇനി ആൾക്കാരൊക്കെ കണ്ടാവും ഇങ്ങനെ പോകുന്നത്. ഇതിൻ്റെ അക്കരെ ഭാഗം വന്നിട്ട് തവനൂരിൻ്റെ അക്കരെ ഭാഗമാണ് തിരുനാവായ. ഈ സെയിം ടൈമിൽ തന്നെയാണ് കേട്ടോ തവനൂരും നടക്കുന്നത് ആരതി. ഇതേപോലെയുള്ള സെയിം പൂജാക്രിയകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിന്നാലും ഒന്നും കാണാനില്ല. നന്നായിട്ട് കാണണമെങ്കിൽ നമ്മൾ തവനൂർ പോയി നിൽക്കുകയാണ് നല്ലത്. ഇവിടെ അത്രയും ജനങ്ങളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് തിരുനാവായ ക്ഷേത്രം വന്നിട്ട്. അവിടെയൊക്കെ കാല് കുത്തി നിൽക്കാൻ പോലും പറ്റൂല കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ കുംഭമേള നടക്കുന്നത്. അത് ഞങ്ങളെ ഈ ഭാരതപ്പുഴയിൽ വാരാണസിയിലൊക്കെ കുംഭമേള നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അത് ഇത്ര പെട്ടെന്ന് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉള്ളവർക്കും അവിടേക്കൊന്നും നോർത്തേക്കൊന്നും പോകാൻ പറ്റാത്തവർക്കും നമുക്ക് ഇവിടെ നിന്ന് കാണാമല്ലോ. ആ സെയിം പൂജകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടുത്തെ പണ്ഡിറ്റുകളൊക്കെയാണ് തന്നെയാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നതും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നാവായ നവാമുകുന്ദ ക്ഷേത്രം അതിൻ്റെ ഈ പുഴയുടെ നേരെ ഓപ്പോസിറ്റാണ് ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അത് വന്നിട്ട് തവനൂരാണ് കേട്ടോ. ഈ രണ്ട് അമ്പലത്തിലും ഒരുപാട് ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ഐതിഹ്യം തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് തവനൂർ വന്നിട്ട് നമ്മളെ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ 7ാമത്തെ ദിവസം എന്താ പറയുക, ആ അസ്ഥികളൊക്കെ ഒഴുക്കിയിട്ട് 16ാമത്തെ ദിവസം നവാമുകുന്ദ ക്ഷേത്രത്തിൽ തിരുനാവായ പോയിട്ട് ബലിയിട്ടാലൊക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. തിരുനാവായ എന്ന പ്ലേസ് നല്ല ഫേമസ് ആണെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമായ തവനൂരൊക്കെ ഒരു പക്കാ ഗ്രാമം, ഒരു പട്ടിക്കാട് എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ തവനൂർ. ഇപ്പോൾ ഈ ഒരു കുംഭമേള നടക്കുന്നതോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ എന്താ പറയുക, തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തുള്ളവരൊക്കെ ഇതിലൂടെയാണ് കേട്ടോ, തവനൂർ വഴിയാണ് വരുന്നത്. എന്നിട്ട് പുഴയുടെ നടുവിലൂടെയാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്ഥലം പിടിക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഇവിടെ നിന്നാൽ ഒന്നും കാണൂല തിരുനാവായ. എന്താ പറയുക, ജസ്റ്റ് കണ്ടു പോകാമെന്നല്ലാതെ അത്രയും തിരക്കാണ് ഇവിടെ വന്നിട്ട്. ഒരുപാട് പോലീസുകാരും സെക്യൂരിറ്റിയും സേവാഭാരതിയുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി തിരക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഒരു 4:30-5 മണിക്കൊക്കെ വന്നിട്ട് സ്ഥലം പിടിക്കേണ്ടി വരും. 7-7:30-ഒക്കെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തവനൂരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടോ ഈ ഒരു സംഭവം നടക്കുന്നതോടുകൂടി മാതാ അമൃതാനന്ദമ്മയുടെ എന്താ പറയുക ഫുഡൊക്കെ അവിടെ ഫ്രീ ആയിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അവിടെ ഒരു യാഗം കൂടി നടക്കുന്നുണ്ട് കേട്ടോ. തവനൂർ ഭാഗത്താണ് ഒരു യാഗം നടക്കുന്നുണ്ട്. സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പുഴയിലൂടെ എന്താണ് തവനൂരിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുന്നത് നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ല കാറ്റും പിന്നെ പുഴയുടെ നടുവിൽ കൂടെ വരുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടി കമ്പനി അടിച്ച് വരുമ്പോൾ സൂപ്പർ ഫീലായിരുന്നു കേട്ടോ. മാത്രമല്ല അവർ 4 സൈഡും തിരിഞ്ഞിട്ട് എല്ലാ പൂജകളും 4 സൈഡ് തിരിഞ്ഞ് നോക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ.
കഴിഞ്ഞില്ലേ? ഏറ്റവും മുന്നേ പറയാനാണ് വെള്ളമായിരുന്നു. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എണീറ്റ് അതിനെല്ലാവരും കൂടി എണീക്കുമ്പോൾ പിന്നെ ആകെ തിരക്കായിട്ട് പിള്ളേരായിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നേ അവിടെ നിന്ന് എണീറ്റ് വിട്ടാൽ അപ്പോൾ അതാ മുകളിലതാ വരുന്ന തവനൂർ ഭാഗത്തൊരു അമ്പലത്തിലൊരു ചെറിയ ഉത്സവം ഉണ്ടായിരുന്നേ. അവിടുത്തെ വെടിക്കെട്ടായിരുന്നു അത്. അതിപ്പോൾ പുഴയിൽ കൂടെ നടന്നു പോകുന്നതുകൊണ്ട് നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഞങ്ങളിത് തിരിച്ച് ഇവിടെ തവനൂർ കടവിലെത്തി കേട്ടോ നടന്നിട്ട്. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് കേട്ടോ കഴിയുന്നത്. അവിടെ ഒരു യാഗം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രഭാഷണമൊക്കെ അവിടെ കാണാം നമുക്ക്. അതാണ് ബ്രഹ്മാവിൻ്റെ അമ്പലം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ശരിക്കാണ്ട് ക്യാമറ റെഡി ആവുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് വന്നിട്ട്. അങ്ങനെ ഈ കുംഭമേളയോട് കൂടി ഞങ്ങളെ സ്ഥലമൊക്കെ വളരെ ഫേമസ് ആയിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഭയങ്കര ഒരു പക്കാ ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ഈ തവനൂരൊക്കെ ഇത്രയും ഫേമസ് ആയാലും ഞങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട്. അവർ ചോദിക്കണതാണ് ആ പട്ടിക്കാട്ടിൽ എന്താ ഉള്ളത്, ആ പട്ടിക്കാട്ടിലൊക്കെ എന്താ ഉള്ളത് എന്ന്. നിങ്ങളെങ്ങനെയാണ് അവിടെ നിൽക്കണമെന്ന് ഇനി പറയാമല്ലോ. ഇവിടെയാണ് മഹാകുംഭമേള ഉണ്ടായത് എന്ന്. മാത്രമല്ല ഫെബ്രുവരി 3 വരെയുള്ളൂ കേട്ടോ ഈ പ്രോഗ്രാം വന്നിട്ട്. 3-നാണ് ലാസ്റ്റ് ഡേ വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.